ഹലോ, വെൽക്കം ബാക്ക് ടു ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. പ്രശസ്തയായ ഒരു നൃത്താധ്യാപിക നിറത്തിൻ്റെ പേരിൽ ഒരാളെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ ബൈറ്റുകളും അതിൻ്റെ വിമർശനങ്ങളും അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഒരു ദേഷ്യം വരും. കാരണം ഒരാളെ, പ്രത്യേകിച്ചൊരു കലാകാരനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ അയാൾ ആ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ യോഗ്യനല്ല, അയാൾക്ക് നിറമില്ലാത്ത കാരണം ആ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ അയാൾ യോഗ്യനല്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ രോഷം ഇങ്ങനെ വരും. അതിൻ്റെ പ്രതികരണങ്ങളും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ചാനൽസിലും ഒക്കെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ വശം. അതിനെപ്പറ്റിയാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആ അധ്യാപിക പറഞ്ഞ കാര്യം തീരെ ശരിയല്ല. കാരണം കലാകാരനോ കലാകാരിയോ ആവട്ടെ, അവർ മുൻപും പലരെയും അധിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരുടെ സംസാരങ്ങൾ വരുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഒരു കല എന്ന് പറയണത്, ഇപ്പോൾ എന്ത് കലയാണെങ്കിലും നമ്മൾ പറയാം ദൈവത്തിൻ്റെ ദാനാണെന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ഇപ്പോൾ നൃത്തമാണെങ്കിലും പാട്ടാണെങ്കിലും ഇതൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് കിട്ടിയിട്ടുള്ള ആൾക്കാർ നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അങ്ങനെ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലൊക്കെ അവരത് ചെയ്യാൻ യോഗ്യരല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കലാകാരൻ ആ കല നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കലാകാരൻ ഓർ കലാകാരി അത് നല്ല രീതിയിൽ കാണികളെ രസിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു കല കൊണ്ട് നടക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അയാളുടെ നിറത്തിനോ അല്ലെങ്കിൽ അയാളുടെ ജാതിക്കോ അയാളുടെ പ്രായത്തിനോ, ഇനി പാണാണോ പെണ്ണാണോ, അതിനൊന്നും അവിടെ പ്രാധാന്യമില്ല. ഇപ്പം ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിൻ്റെ പേരിൽ, നിറമില്ലാത്ത ആൾക്കാർ, സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാർ, ആ കല അഭ്യസിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ അധ്യാപിക പറഞ്ഞതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാനൊരു ബൈറ്റ് കണ്ടു. വികലാംഗരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ഒരു ഇതാണ്, കയ്യോ കാലോ ഇല്ല, വീൽ ചെയറിലാണെങ്കിലും നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു കലാകാരനത് പറ്റുമെന്ന്. നമുക്ക് തന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട് വികലാംഗരായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ച് അതിനെ മറികടന്ന് ഈ നൃത്തം എന്നുള്ള കലേനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആരും പേരെടുത്ത് പറയുന്നൊന്നുമില്ല, പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കലാകാരന്മാരുള്ള ഒരു നാടാണ്. അപ്പോൾ ഒരാളെ അയാളുടെ നിറത്തിൻ്റെ പേരിലാണ് ഇവിടെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത്. ഒരധ്യാപിക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം നൃത്താധ്യാപിക എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഒരു അധ്യാപികയുടെ മുൻപിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസും അവർക്ക് ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരുപോലെ കാണാൻ പറ്റണില്ലെങ്കിൽ അവർ ആ ഒരു ജോലിക്ക് അർഹരല്ല. ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല അത് മനസ്സിലാക്കിയെടുക്കണതും അത് പുറത്തേക്ക് പെർഫോം ചെയ്യണതും. അപ്പോൾ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ പറ്റണം. അതുപോലെ തൻ്റെ ശിഷ്യരിലുള്ള ആ കുട്ടികളോ മുതിർന്നവരോ ശിഷ്യരിലുള്ള ആ ഒരു കഴിവിൻ്റെ പരമാവധി പുറത്തെടുപ്പിക്കാൻ പ്രോത്സാഹനവും, അതുപോലെ അവരെ കൂടെ നിന്ന് സഹായിക്കാൻ ചെയ്യേണ്ട ഒരാളായിരിക്കണം അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതൊന്നാമത്തെ കാര്യം. അപ്പം ഈ ഒരു കാര്യത്തിലുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഈ ഒരാൾ മാത്രമാണോ ഇങ്ങനെ നിറമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ അധിക്ഷേപിക്കണത് അല്ലെങ്കിൽ അത് പറയണത്? ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പം നമ്മളിപ്പോൾ എന്തെന്നാ പറയുക, ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ ഞാനടക്കം ചിലപ്പോൾ പറയും, ആ കുട്ടി ആ കളർ കുറഞ്ഞ കുട്ടിയുടെ അപ്പുറത്ത് നിൽക്കണ ആൾ, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യാറുള്ള ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ തന്നെ പറയാറുള്ള ആൾക്കാരാണ്. ഞാൻ ആരും കുറ്റം പറയാനല്ല, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ തുടങ്ങും കളറിൻ്റെ കാര്യം പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് നിറമുള്ള ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അയ്യോ അച്ഛനും അമ്മയ്ക്കും കളറുണ്ടല്ലോ, കൊച്ചു കറുത്തു പോയല്ലോ. ഇത് നമ്മൾ ആ പേരൻസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അയ്യോ കൊച്ചു കുറച്ച് കറുത്തു പോയില്ലേ, അല്ലെങ്കിൽ കളർ കുറഞ്ഞു പോയില്ലേ. നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ പറയണ പോലെയല്ല ഇതിൻ്റെ പുറത്തേക്ക് കടന്നിട്ട് നമ്മളൊരാളോട് പറയുമ്പോൾ. അപ്പം ഇപ്പം എനിക്ക് തന്നെ അറിയാം, ഞാൻ
കളർ കുറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. ഒരു പ്യൂബർട്ടി ഏജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒന്നൊരിത്തിരി കളർ വെച്ചത്. അപ്പോൾ ഞാൻ കളർ കുറഞ്ഞ കുട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും നല്ല കളർ ഉണ്ടായിരുന്നു, എൻ്റെ അനിയന് നല്ല കളറുണ്ട്. ആ വീട്ടിൽ 4 പേര് ഞങ്ങൾ നിരന്ന് നിൽക്കുമ്പോൾ അപ്പനും അമ്മയും കുറച്ച് പ്രായമായ കാരണമായിരിക്കും അവർക്ക്, എന്നാലും അമ്മാമ്മ നല്ല കളറുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ നോക്കുമ്പോൾ ഞാൻ ഇത്തിരി കളർ കുറഞ്ഞ ആളാണ് ആ വീട്ടിൽ നോക്കുമ്പോൾ. അപ്പോൾ ഇത് പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഓ ഇളതിന് കളറുണ്ട് എനിക്ക് കളറില്ല. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് പുല്ലുപുട്ട് പോലെയാണ് ഞാനിരിക്കണേ. എൻ്റെ അമ്മ എൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പുല്ലുപൊടി തിന്ന കാരണം കൊണ്ടാണ് ഞാൻ പുല്ലുപൊടി വെച്ചിട്ടുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ കുറുക്കി കുടിച്ച കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പുല്ലുപുട്ട് പോലെ കറുത്തിരിക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അത് അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാർ, അന്നത്തെ പ്രായമായ ആൾക്കാർ, എൻ്റെ ചെറുപ്പത്തിൽ പ്രായമായ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ലോകവിവരം കുറവാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവാണ്, വിവരം കുറവാണ്, അവർ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോഴും ഉണ്ട് കളറിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പോൾ എൻ്റെ മോള് ജനിച്ച സമയത്ത് അവർ ട്വിൻസാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നു. അപ്പോൾ മോളുടെ ഇവിടെയൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു, ചെവിയിൽ, അതുപോലെ ഇവിടെ നെറ്റിമയൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ ഇവളെ കണ്ടിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്, ചിലപ്പോൾ കളർ കുറയുമായിരിക്കും, ചെവി കറുത്തിട്ടാണ് ഇരിക്കണേന്ന്. അവളുടെ ചെവിമേ നിറയെ മുടിയായിരുന്നു, അത് വേറൊരു വശം. അപ്പം എൻ്റെ ഡെലിവറി കഴിയണ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പെൺകൊച്ചിന് കളർ കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ പറഞ്ഞു, ദേഷ്യം വരുമ്പോൾ നമ്മുടെ പ്രതികരണം ആ ദേഷ്യത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൾക്ക് ആവശ്യത്തിന് കളറൊക്കെ ഉണ്ട്, ഇനി കളർ കുറവാണെങ്കിൽ തന്നെ മാറ്റിയെടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികം, ഇപ്പോൾ എന്നോടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ചോദിക്കണത്, അല്ലാതെ പുറത്തുനിന്ന് ഒരാളോട് പോയിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ പറ്റി അഭിപ്രായം പറഞ്ഞതല്ലാത്തത് കൊണ്ട് അത് പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോൾ ആ ചോദ്യം വന്നത് പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടായിരിക്കാം, കുഞ്ഞിനെ പറ്റിയുള്ള പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ചോദ്യം വന്നത്. കാരണം ആൾ നാട്ടിലില്ല. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുതിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെല്ലാവരും കളറുണ്ട്, ഞാൻ കളറില്ല, കളർ കുറവുള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അപകർഷതാബോധമുണ്ട്. അത് വല്ലാത്തൊരു പറയണവർക്ക് അത് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരത് പറഞ്ഞു അത് വിട്ടു. ചിലപ്പോൾ അവർ മനസ്സിലൊന്നും ഒരു നെഗറ്റീവ് ചിന്തയിലാവില്ല പറയണുണ്ടാവുക. പക്ഷെ കേൾക്കണ ആൾക്കാർക്ക് അത് ഉണ്ടാക്കണ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും കളറുണ്ട് ഞാൻ കളറില്ല എന്ന് പറയുമ്പോൾ അത് മോശമാണോ? ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ ആൻറ്റി കളറുണ്ട്, ആൻറ്റിയുടെ മക്കൾ കളറുണ്ട്, അപ്പച്ചൻ്റെ പെങ്ങൾ കളറുണ്ട്, അമ്മയുടെ സൈഡിൽ അത്രയ്ക്ക് അങ്ങോട്ടില്ല. പക്ഷെ എന്നാലും അവിടെയും കസിൻസൊക്കെ കളറുള്ള ആൾക്കാരാണ്, അമ്മയുടെ സൈഡിലാണെങ്കിലും കസിൻസൊക്കെ കളറുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ കുട്ടി കളർ കുറഞ്ഞല്ലോ എന്നൊരാൾ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ചെറിയ പ്രായത്തിൽ കളറാണ് എല്ലാം, അല്ലെങ്കിൽ കളർ കുറഞ്ഞത് ഇത്തിരി മോശമാണെന്നുള്ളൊരു അപകർഷതാബോധം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമുക്ക് കുറച്ച് പബ്ലിക്കായിട്ട് പോയി നിൽക്കാൻ, അതല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് നിൽക്കുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ ഉൾവലിയാനായിട്ടുള്ളൊരു പ്രവണത ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു നേച്ചർ എല്ലായിടത്തും ഇടിച്ച് കയറി സംസാരിക്കുക, ഞാൻ എല്ലാവരോടും നന്നായി സംസാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉൾവലിയാതിരുന്നത്. പക്ഷെ എന്നാലും ഒരു 8ാം ക്ലാസ്, ഒരു 9ാം ക്ലാസ് ആ ഒരു സമയം വരെയും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല നിറമുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ കളറില്ലല്ലോ. പിന്നെ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം കാലുമൊക്കെ ഇങ്ങനെ പാച്ച് പോലെ വരിക. അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ, അതൊക്കെ ഇപ്പം മാറി. പക്ഷേ ആ ഒരു സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രായത്തിൽ ഒരു 4ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളപ്പോൾ കളറില്ലല്ലോ, അങ്ങനെ നമ്മുടെ നെഗറ്റീവ് മാത്രമേ നമ്മൾ ആ ഒരു പ്രായത്തിൽ ചിന്തിക്കും. അല്ലാതെ എനിക്ക് കളറില്ലെങ്കിൽ എന്താ, എനിക്ക് നല്ല മുടി ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കണ ഒരു പ്രായമായിരിക്കില്ല കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ കുട്ടികളെ ബോഡി ഷെയിം ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ കളറിന് മാത്രമല്ല പലതരത്തിലുണ്ട്. ഇപ്പോൾ തടിച്ച കുട്ടിയാണെങ്കിലോ, കുട്ടി എന്ത് തടിയാണ്, അത് അവർ കേൾക്കൽ പറയുമ്പോഴാണ് പ്രശ്നം. ഈ മറ്റയാൾ ഇത്ര തടിയില്ലല്ലോ, ഇയാൾ ഇത്ര തടിയുണ്ടല്ലോ, അല്ലെങ്കിൽ കറുത്തിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര മെലിഞ്ഞിട്ടാണല്ലോ, കഴിക്കാനൊന്നും കൊടുക്കണില്ലേ. അങ്ങനെ നിറത്തിൻ്റെ കാര്യം മാത്രമല്ല പലതരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ ഉള്ളൊരു അപകർഷതാബോധം വരികയാണ്. അപ്പോൾ ഇത് പിന്നീട് കുട്ടികൾ വലുതായി വരുമ്പോൾ അവർ കാണിക്കാൻ തുടങ്ങും. ഒരു പൊതു സദസ്സിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് അവർക്ക് ഇത്തിരി മടിയുണ്ടാവും, ആൾ കൂടുന്നിടത്ത് പോകാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. എനിക്കൊരു പ്രായം വരെയും കസിൻസിൻ്റെ ഒക്കെ കൂടെ കൂടാൻ ഇഷ്ടമാണ്. പക്ഷേ ആൾക്കാർ ഈ വക എന്തെങ്കിലും ചൊറിയണ വർത്താനം പറയുമ്പോൾ നമുക്കൊത്തിരി വിഷമമാണ്. ഇപ്പോൾ വീട്ടിൽ 4-5 ആൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ മാത്രം കളർ കുറഞ്ഞ് കാണുമ്പോൾ ആൾക്കാർ പറയും. പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരും. ഇതെനിക്ക് മാത്രമല്ല ആ ഒരു പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വരും. പിന്നെ പേരൻസ് എൻ്റെ വീട്ടിൽ ആരും ഞാൻ കളർ കുറവാണെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് അപ്പം തന്നെ അവരെന്തെങ്കിലും അത് കുഴപ്പമില്ല, അവൾക്ക് ആ കളറുണ്ട്, അവൾക്കുള്ള കളർ മതി, അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടെന്ന് പറഞ്ഞ് മാറ്റണ കാരണം കൊണ്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട്
അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അല്ല മിണ്ടാതിരിക്കുന്ന പാരൻസ് ആണെങ്കിലോ, ചിലപ്പോൾ ആൾക്കാരെ മുഷിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന പാരൻസ് ആണെങ്കിലോ, ഞാൻ കളർ കുറവാന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അപ്പച്ചൻ പറയും, അപ്പച്ചൻ്റെ കളറുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്ത് കളർ കൂടുതലായിരിക്കും ഈ ഭാഗത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ ഞാൻ ആരെങ്കിലും എനിക്ക് കളർ കുറവാന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കൈയിൻ്റെ ഈ ഭാഗം വയ്ക്കും, എൻ്റെ കൈയിൻ്റെ ഈ ഭാഗം വയ്ക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ എൻ്റെ കൈയിൻ്റെ ഈ ഭാഗത്തിനാണ് കളറ്. അപ്പോൾ പറയും അപ്പച്ചനേക്കാളും കളർ മോൾക്കല്ലേ, അപ്പോൾ മോൾക്ക് നല്ല കളറില്ലേ. അങ്ങനെ വീട്ടുകാർ സപ്പോർട്ടായിരുന്നത് കൊണ്ട് നമുക്കൊരു പരിധി വരെ ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഈ ഒരു വർത്താനം മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലും കഴിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ പഠിക്കുന്നില്ല, ഇപ്പോൾ 2-3 കുട്ടികളുള്ളിടത്താണെങ്കിൽ ഇവൾ പഠിക്കുന്നില്ലല്ലോ, ഇവൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് പഠനം, കലാകാര്യങ്ങൾ, ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന കുട്ടിയുണ്ടാവും ഒരു വീട്ടിൽ, മറ്റേ കുട്ടിക്ക് ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ബോഡി ഷേമിങ് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിറം ഒക്കെ വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ കഴിവുകളെ വെച്ചിട്ടും കുട്ടികളെ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ കമ്പയർ ചെയ്യാനുണ്ടോ ചെറിയ കുട്ടികളെ, ഒരു വളർന്നു വരുന്ന ഒരു ബോധം വെച്ച് വരുന്ന പ്രായത്തിലുള്ള കുട്ടികളെ, അതൊക്കെ അവർക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു നിറത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് അതൊന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇത് മുഴുവനും. നമ്മളങ്ങനെ ഒരു തരത്തിലും കുട്ടികളെ കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ അവർ കേൾക്കലെ അവർ മോശമായിട്ടുള്ള രീതിയിൽ പറയരുത്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കൊരു 14-15 വയസ്സൊക്കെ ആയതിനു ശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസംഗം പറയുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മുടിയുണ്ട്, പിന്നെ എന്താണ് അധികം കാണാൻ കൊള്ളാത്ത അങ്ങനത്തെ രൂപമൊന്നുമല്ല, പിന്നെ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. അത് നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകളും ഒരു മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ ഒരു വലുതായി വരുന്ന പ്രായത്തിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ പിന്നെ നിറം എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല എന്നുള്ളത് തോന്നി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നത്. പക്ഷെ അതുവരെ നമ്മളൊരു സദസ്സിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം അതിപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല. ചിലരത് നെവർ മൈൻഡായിട്ട് വിടും, പക്ഷേ ചിലർക്കത് നല്ല വിഷമം ഉണ്ടാക്കും. അപ്പം നമ്മൾ പറയുന്നവർ മനസ്സിലൊന്നും വെച്ചിട്ടല്ല പറയണേന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ പറയുമ്പോൾ അത് അവരെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക, നമ്മൾ ഈ രീതിയിൽ കേട്ടാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക, ഇത് തന്നെയല്ലേ അവർക്കും തോന്നുക എന്നൊക്കെ ഒന്ന് ചിന്തിക്കണത് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തുടങ്ങി അവിടെ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ പറഞ്ഞു തുടങ്ങും. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് കളർ പോരാ, അപ്പോൾ നമ്മളാണ് ശരിക്കും ഇത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണത്. ഇപ്പോൾ നമ്മൾ ഈ നിറത്തിൻ്റെ കാര്യത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചു, കളറില്ലാത്ത കുഞ്ഞ് കളർ കുറവാണല്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കളറുള്ള അപ്പനും അമ്മയാണെങ്കിൽ പ്രത്യേകിച്ച് തീർന്നു. പിന്നെ കുറേ ആൾക്കാർക്ക് കുറേ നാൾ പറയാനായിട്ട് അതൊരു ടോക്കായിരിക്കും ഈ കളർ കുറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തുടങ്ങി പല കാലഘട്ടങ്ങളിലായി നിറം കുറഞ്ഞല്ലോ. അപ്പം നിറം എന്നുള്ളത് വലിയൊരു ഫാക്ടറായിട്ട് ഓരോരുത്തരുടെ മനസ്സിൽ ഇഞ്ചെക്ട് ചെയ്യണത് നമ്മൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ കോസ്മെറ്റിക്സ് വരികയാണെങ്കിലും നമ്മളെന്താ വെളുത്തിട്ട് പാറുക, അല്ലെങ്കിൽ നിങ്ങൾ നിറം വയ്ക്കും, നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് നിറം വയ്ക്കും, 3 ദിവസം കൊണ്ട് നിറം വയ്ക്കും, അങ്ങനെയൊന്നും ഇല്ല. അത് സത്യമേ അല്ല. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് നമ്മൾ നിറം വയ്ക്കില്ല. പിന്നെ ചില നല്ല പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാലാന്തരത്തിൽ നിറം വെച്ചു എന്ന് വരാം, അത് വേറെ സൈഡ്. പക്ഷേ ഇങ്ങനെയാണ് നമ്മളുടെ ആഡുകൾ പോലും വരുന്നത്. അപ്പോൾ പറയണത് എന്താ, കളറില്ലാത്ത ഒരാൾ ഭയങ്കര മോശം, അപ്പോൾ നിങ്ങൾ ഈ സാധനം പുരട്ടിയാൽ ഭയങ്കരമായിട്ട് അങ്ങ് കളർ വയ്ക്കും, ഞങ്ങൾ വെളുത്തിട്ട് പാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞതാണ്, അങ്ങനത്തെ കോസ്മെറ്റിക്സിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നമ്മൾ ജനിച്ച് നമ്മൾ ഓരോ ഘട്ടത്തിൽ വളരുമ്പോൾ മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റണ ഒരു കാര്യം നിറം എന്ന് പറഞ്ഞതാണ് വലിയൊരു സംഭവം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുറ്റിലുള്ള വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൂടി കുത്തിക്കയറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഡാൻസ് നൃത്താധ്യാപിക ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവരതങ്ങ് തുറന്ന് പറയാൻ മീൻസ് അവർ പറയണത് അവരുടെ അഭിപ്രായം അവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതുപോലെ അഭിപ്രായങ്ങൾ നമ്മുടെ ഉള്ളിലും ഉണ്ടാവും, നമ്മളത് പുറത്തേക്ക് വിടണില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. ഈ നിറത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക എന്താ, ആരോഗ്യവും ബുദ്ധിയൊക്കെയുള്ള ഒരു കുഞ്ഞിനെ, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞിനെ നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നണില്ല നമ്മൾ നിറം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് നിറമില്ലായ്മ ചിലപ്പോൾ ഒരു പോരായ്മയായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തുടങ്ങി നമ്മുടെ ചുറ്റുമുള്ളവർ ഇൻജെക്റ്റ് ചെയ്യണത് ഈ കറുപ്പ് അല്ലെങ്കിൽ നിറം കുറവ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അതുള്ളത് കൊണ്ടായിരിക്കാം അവരതങ്ങ് തുറന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പുറകിലുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ ഒരുപാട് പേരുടെ ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് കളർ കുറഞ്ഞവരാണെങ്കിലും ഇപ്പോൾ ഡാർക്ക് സ്കിൻ ടോണിലുള്ള മോഡൽസ് ഡാൻസേഴ്സൊക്കെ നമ്മൾ യൂട്യൂബ് റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരുപാട് കഴിവുള്ള ആൾക്കാർ, അവരങ്ങനെ വെളുത്ത് തുടുത്തിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷെ നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, ഡാർക്ക് സ്കിൻ ടോണിലുള്ളവർ. ഞാൻ പേരെടുത്തൊന്നും പറയാനില്ല. അപ്പം നമ്മൾ നിറം, വർണ്ണം, ജാതി, പിന്നെന്താണ് അങ്ങനെ കുലം, അങ്ങനെ
ഒരുപാട് കാര്യങ്ങളുടെ പേരിലുള്ള വിഭജനങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ മാറി വന്നിട്ടുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഈ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാൻ നമ്മുടെ മനസ്സിന് പറ്റണം. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ കറുത്തത് വെളുത്തതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അമ്മോട് പറയും വെളുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയാറുള്ള ഒരു കാര്യം, കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ തന്നെയാണ് മനുഷ്യന്മാരുള്ളത്. പച്ച മഞ്ഞ നീല കളറിൽ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാരുടെ കളറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ട് നമ്മൾ അത്രയ്ക്ക് അങ്ങനെ ഇതായില്ല. ചില പേരൻസ് ചിലപ്പോൾ കുട്ടികൾ ഒരാൾ നിറം കുറഞ്ഞതാന്ന് പറഞ്ഞ് ആളെ നിറം വെപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്താ തോന്നുക? അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ തരത്തിലും നിറന്ന് മാത്രമല്ല പല തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് ചിലർ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അതാണ് നിറമുള്ളവരാണ് ഒരു ഇത് എന്താ പറയുക പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ യോഗ്യരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരു നൃത്തം കളിക്കാനായിട്ട് യോഗ്യരായിട്ടുള്ളവർ എന്ന് തോന്നിയത് കൊണ്ട് ആ അധ്യാപിക അങ്ങനെ പറഞ്ഞു. ആ അധ്യാപിക പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, ഞാനൊരു വ്യക്തിനെ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ വ്യക്തിനെ എടുത്ത് പറഞ്ഞാൽ എക്സ് ഓർ വൈ ആരായാലും ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അടങ്ങുന്ന ഒരു കൂട്ടത്തെയാണല്ലോ ആൾ പറഞ്ഞത്. അപ്പം അത് അങ്ങനെ ഒരു വ്യക്തിനെ അത്ര അധിക്ഷേപിക്കൽ തന്നെയാണ്. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ വീടിൻ്റെ 4 ചുവരിൻ്റെ ഉള്ളിലുള്ളവരോട് ഞാൻ പറയുന്ന പോലെയല്ല ഞാൻ പുറത്തിറങ്ങി പറയുന്നത്. ഇതിപ്പോൾ ഞാനാണെങ്കിലും നാളെ ഒരാളെ കണ്ടൊരു അഭിപ്രായം പറഞ്ഞാൽ അവർ തിരിച്ചു പറയണത് കേൾക്കാൻ തയ്യാറായിട്ട് വേണം ഞാൻ പറയാനായിട്ട്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് മറ്റൊരാൾ കേട്ടാൽ അവരുടെ റിയാക്ഷൻ അവരും പറയും. ആ പറയണത് നമ്മൾ കേട്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. പണ്ടത്തെ പോലത്തെ ആൾക്കാരുടെ പോലെയല്ല, അവരെക്കാളും കുറച്ചും കൂടി ലോകപരിചയമുള്ള ലോകം കണ്ടിട്ടുള്ള കുറച്ചും കൂടി വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. അപ്പം നമ്മൾ ഒരാളെയും ഒരു കാര്യത്തിൻ്റെ പേരിലും ഇപ്പോൾ ഒരു വിദ്യാർത്ഥികളെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിറം, പണം അല്ലെങ്കിൽ ജാതി അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും പല തട്ടുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഒന്നിൻ്റെ പേരിലും നമ്മൾ ആളോട് വിവേചനം കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളും കുറവുകളുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കുറവുകൾ നാളെ ഒരാൾ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു നടക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കുറവ് നാളെ ഒരാൾ പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു തരത്തിലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരെ എന്താ പറയുക പലതരത്തിലുള്ള അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പറഞ്ഞു നടക്കാതിരിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളുടെ പേരിൽ ഒരാളുടെ അടുത്തും വിവേചനം കാണിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഇന്നത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം അത്രയും വിശാലമായിട്ട് കാണാൻ നമുക്ക് പറ്റണം. അത്രയും വിശാലമായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് നമുക്ക് പുറം ലോകത്തെ കാണാനായിട്ട് അറിയാനായിട്ട് ഒരുപാട് സാധ്യതകളും മാർഗങ്ങളും ഒന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു തരത്തിലുള്ള വിവേചനങ്ങളും നമ്മൾ ഒരാളോടും കാണിക്കുന്നത് ശരിയല്ല. പിന്നെ പലതരത്തിലുള്ള ആൾക്കാർ കഴിവുകൾ കൊണ്ട് മുന്നേറി വരുന്നൊരു ലോകമാണ്. അപ്പോൾ നമ്മൾ കഴിവുകളുള്ള ആൾക്കാരെ എന്നല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒരു തരത്തിലുള്ള വിവേചനം കാണിക്കാതെ ചേർത്ത് പിടിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ, ഈ അധ്യാപികേനെ വിമർശിക്കുമ്പോൾ അവർക്കെതിരെയും ഇതേ രീതിയിലുള്ള ബോഡി ഷെയ്മിങ് തന്നെയാണ് പലരും നടത്തുന്നത്. അതും ഒരു തരത്തിലും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.